നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 816th day. Today 38th ശ്ലോക of പ്രഥമസ്കന്ധം 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 816 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 33ാമത്തെ ശ്ലോകം. അപ്യജ്ഞനസ്ത്വം സ്വകൃതേഹിത പ്രഭോ ജിഹാസസി സുഹൃദോനുജീവിന യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസുയോജിതാംഹസാം. ഓം തത്സത്. അപ്യജ്ഞനസ്ത്വം സ്വകൃതേഹിത പ്രഭോ ജിഹാസസി സുഹൃദോനുജീവിന യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസുയോജിതാംഹസാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അഭി അദ്യ ന ത്വം സുഹൃതേ ഹിതപ്രഭോ. സുഹൃതേ ഹിതപ്രഭോ ജിഹാസസി സ്വിത് സുഹൃദോനുജീവിന യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസു യോജിതാംഹസാം. അതായത് സുഹൃദേ ഹിത, സ്വജനങ്ങളുടെ അപേക്ഷയെ സാധിപ്പിക്കുന്ന പ്രഭോ സർവശക്ത ഭഗവാനെ, ത്വം നീ, അദ്യ ഇപ്പോൾ, സുഹൃത ഏറ്റവും സ്നേഹിക്കുന്നവരും അനുജീവിന ആശ്രയിച്ചിരിക്കുന്നവരുമായ ന ഞങ്ങളെ, അതായത് ഭഗവാനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ആശ്രയിച്ചിരിക്കുന്നതുമായിട്ടുള്ള ന ഞങ്ങളെ അഭിസ്വിത് ജിഹാസസി ഉപേക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നുവോ. അതായത് ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് പോകാൻ യാത്രയാകാൻ തുടങ്ങുകയാണ്. അത് തങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കരുതി കുന്തിദേവി പറയുകയാണ്. ഉപേക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നുവോ. രാജസു രാജാക്കന്മാരിൽ യോജിതാം ഹസാം യോജിക്കപ്പെട്ട ദുഃഖത്തോടു കൂടിയ രാജാക്കന്മാർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. യേഷാം യാതൊരു ഞങ്ങൾക്ക് ഭവത അങ്ങയുടെ പദാംബുജാത് പാദപത്മത്തെ ഒഴിച്ച് അന്യത് മറ്റൊരു പരായണം ആശ്രയം നച്ച ഇല്ല. അതായത് ഇപ്പോൾ നിന്തിരുവടി ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് അനുചിതമാണ് എന്ന് കുന്തിദേവി വീണ്ടും പറയുന്നു. ആശ്രയിക്കുന്നവരുടെ സകല മനോരഥങ്ങളും സാധിപ്പിക്കുന്ന അല്ലയോ മഹാപ്രഭോ, ഞങ്ങളെ അതിസ്നേഹമുള്ളവും അങ്ങയിൽ അതിസ്നേഹമുള്ളവരും അങ്ങയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുമായ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുവാനുള്ള ഈ പുറപ്പാട് ശരിയാണോ, ഭംഗിയാണോ? പുത്രാദികളെ വധിച്ചും രാജ്യാദികളെ അപഹരിച്ചും രാജാക്കന്മാർക്ക് ദുഃഖത്തെ ജനിപ്പിച്ച ഞങ്ങൾക്ക് അങ്ങയുടെ പാതാരവിന്ദമല്ലാതെ മറ്റൊരു ശരണം ഇല്ല. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വളരെയേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്.
പലതരം തെറ്റുകളും ചെയ്ത് അതിലൊക്കെ ദുഃഖിക്കുന്നവരാണ് പാണ്ഡവന്മാർ. എന്തെന്നാൽ സ്വന്തം ജനങ്ങളെയൊക്കെ വധിക്കേണ്ടി വന്നിട്ടുണ്ട്. ധർമ്മത്തിനായിക്കൊണ്ടാണെങ്കിലും പലതരം ദുഃഖങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദുഃഖങ്ങളെല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ വിട്ട് ഇപ്പോൾ ഈ സമയത്ത് പോകുന്നത് ഉചിതമല്ല, പോകരുത്. ഞങ്ങൾക്ക് അവിടുന്നല്ലാതെ വേറെ ആരും ശരണമില്ല. അതുകൊണ്ട് അവിടുന്ന് ഈ സമയത്ത് മധുരയിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മക്കളെയും തന്നെയും വിട്ട് പോകരുത്, ഞങ്ങൾ ഏറെ ദുഃഖിതരാണ്. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ദേവി വീണ്ടും വീണ്ടും പറയുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനോട്. ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ കാലമായി മധുരയിൽ നിന്നും ദ്വാരകയിൽ നിന്നും ഇവിടെ വന്നിട്ട് ഇപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് വീണ്ടും അവരെയൊക്കെ രക്ഷിച്ച്, പിന്നീടും അശ്വത്ഥാമാവിൽ നിന്നുമൊക്കെ രക്ഷിച്ച് വീണ്ടും ഭഗവാൻ പോകാൻ ഒരുങ്ങുമ്പോൾ കുന്തിദേവി ഇപ്രകാരം പറയുകയാണ്: ഞങ്ങളെ വിട്ട് പോകരുത്, ഞങ്ങൾക്ക് അവിടുന്നല്ലാതെ വേറെ ആശ്രയമില്ല എന്ന് ദേവി പറയുന്നതാണ് സന്ദർഭം. ശ്ലോകം ഒരിക്കൽ കൂടി. അഭ്യദ്യനസ്ത്വം സുഹൃദേഹിത പ്രഭോ ജിഹാസസിശ്ചിത് സുഹൃദോനുജീവിന യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസുയോജിതാമസാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.